ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലാണ്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് അതേ ടേസ്റ്റിൽ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 10 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുന്നതോട് കൂടി ഇതിലേക്കൊരു സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുന്നതോട് കൂടി ഇതിലേക്ക് ഇപ്പോൾ ഒരു 10 ചുവന്നുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൊത്തി എറിഞ്ഞതാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി അരയ്ക്കാനുള്ളതാണ്, അപ്പോൾ വലിപ്പമൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടി ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ വേവണം കേട്ടോ. അതുപോലെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ വെന്തുടഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മീൻ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം മൂത്ത് വരുന്നതോട് കൂടി ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് ഒന്ന് ചെറുതായി ഉടയണ പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ എരിവ് അധികം ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതോടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ഇവിടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 4 മണി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുന്നതോടുകൂടി ഒരു 4 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ചാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ഇരുമ്പുപുളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്കൊരു 1.5 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ എടുത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ സംഭവം ശരിയായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.